കോൺഗ്രസിൽ പൊട്ടിത്തെറി. കോഴിക്കോട് കോർപ്പറേഷനിലെ പാറേപ്പടി ഡിവിഷനിലെ കോൺഗ്രസ് തോൽവിയെ ചൊല്ലിയാണ് പുതിയ വിവാദം. തന്റെ പഴയ വാർഡിൽ പാർട്ടി തോറ്റതിന് തന്നെയും കുടുംബത്തെയും വേട്ടയാടുന്നുവെന്നാണ് മറ്റൊരു വാർഡിൽ നിന്ന് വിജയിച്ച കൗൺസിലർ KC ശോഭിത ഫേസ്ബുക്കിലൂടെ വെളിപ്പെടുത്തിയത്. KPCC ജനറൽ സെക്രട്ടറിയും കോഴിക്കോട് മേയർ സ്ഥാനാർത്ഥിയുമായിരുന്ന PM നിയാസിന്റെ തോൽവിയിലെ അന്വേഷണ റിപ്പോർട്ട് നേതൃത്വത്തിന് കൈമാറിയതോടെയാണ് കോൺഗ്രസിൽ വീണ്ടും പൊട്ടിത്തെറി രൂക്ഷമാകുന്നത്. മുതിർന്ന നേതാക്കളുടെ ഇടപെടലിന് പുറമെ പ്രാദേശിക നേതൃത്വത്തിന്റെ ഇടപെടലും തിരിച്ചടിച്ചെന്ന മൊഴികൾ റിപ്പോർട്ടിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് നേതൃത്വത്തിനെതിരെ കോൺഗ്രസ് കൗൺസിലറും മുൻ DCC അധ്യക്ഷൻ KC അബുവിന്റെ മകളുമായ KC ശോഭിത രംഗത്തെത്തിയത്. സത്യമേവ ജയതേ എന്ന തലക്കെട്ടോടെ സാമൂഹിക മാധ്യമത്തിലൂടെയാണ് നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നത്. പാറോപ്പടി ഡിവിഷനിൽ PM നിയാസിന്റെ തെരഞ്ഞെടുപ്പ് ചുമതല വഹിച്ചിരുന്നത് ശോഭിതയുടെ ഭർത്താവായിരുന്നു. പാർട്ടിക്കാരനല്ലാത്ത അദ്ദേഹത്തെ അതിന് ചുമതല നിർബന്ധിച്ചേൽപ്പിച്ചത് കോൺഗ്രസ് നേതൃത്വമാണ്. പിന്നീട് പരാജയത്തിന്റെ പേരിൽ ഭർത്താവിനെയും കുടുംബത്തെയും വേട്ടയാടുന്നുവെന്നാണ് ഫേസ്ബുക്കിൽ ശോഭിത കുറിച്ചിരിക്കുന്നത്. നേതൃത്വത്തിലെ ചിലരുടെ പിടിപ്പുകേട് മറയ്ക്കാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലെന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ പാർട്ടിയിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്നുവെന്നും വനിതയെന്ന പരിഗണന പോലും തനിക്ക് ലഭിക്കുന്നില്ലെന്നും ശോഭിത ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. പാറോപ്പടി ഡിവിഷനിൽ നിന്ന് മത്സരിച്ച നിയാസ് 260 വോട്ടുകൾക്ക് BJPയുടെ ഹരീഷ് പൊറ്റങ്ങാടിയോട് പരാജയപ്പെട്ടത്. തുടർന്നാണ് നേതൃത്വം ഇടപെട്ട് 2-അംഗ അന്വേഷണ സമിതിക്ക് രൂപം നൽകിയത്. കഴിഞ്ഞ ദിവസമാണ് സമിതി ഈ റിപ്പോർട്ട് കൈമാറിയതും. അന്വേഷണ റിപ്പോർട്ടിന്മേൽ ഇനി ഉടൻ കൂടുതൽ നടപടിയുണ്ടാകുമോ എന്നത് ഇനി കണ്ടറിയണം. ജനം, കോഴിക്കോട്.